വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായ, ഇനി വലിയ താരമാകാൻ പോകുന്ന വിഘ്നേഷിൻ്റെ വീട്ടിലാണ്. വിഘ്നേഷ് IPL താരലേലം ജിദ്ദയിൽ നടന്നപ്പോൾ മുംബൈ ഇന്ത്യൻസ് അപ്രതീക്ഷിതമായി അവസാനം ലേലം വിളിച്ചെടുത്ത് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അഭിമാനമായ ഒരു താരമാണ്. ഈ പെരിന്തൽമണ്ണയുടെ അഭിമാനമായ താരമാണ്. ഈ വിഘ്നേഷിനെ അഭിനന്ദിക്കാൻ CPIM പൊളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി, അദ്ദേഹം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, ക്രിക്കറ്റിൻ്റെ വലിയൊരു ആരാധകൻ കൂടിയാണ്. അദ്ദേഹം ഈ CPMൻ്റെ ഈ പ്രാദേശിക നേതൃത്വം, ഇവിടെ മുൻ MLA V ശശികുമാറുണ്ട്, CPM ഏരിയ സെക്രട്ടറി E രാജേഷ് ഉണ്ട്, CITU ജില്ലാ സെക്രട്ടറി MM മുസ്തഫയുണ്ട്, അതുപോലെ വാർഡ് മെമ്പർ അമ്പിളി മനോജ് ഉണ്ട്, പിന്നെ SFIയുടെ നേതാക്കൾ, ഏരിയ സെക്രട്ടറി എല്ലാവരും ഉണ്ട്. ഈ V ശശികുമാറിനെ വിളിച്ച് MA ബേബി പ്രത്യേകം രാവിലെ അറിയിച്ചു. വീട്ടിൽ നേരിട്ടെത്തി ഈ അദ്ദേഹത്തിൻ്റെ ആദരം നൽകണമെന്ന്. ആ ആദരിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ വളരെ സന്തോഷവും അഭിമാനവും തോന്നിയ വാർത്തയാണിത്. ഞാൻ ഈ വാർത്ത അറിഞ്ഞ് ഇരിക്കുന്നതിനിടയിലാണ് പൊളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി വിളിച്ചത്. ആ വിളി കൂടി വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു റേഞ്ച് ഉയർന്നത്. വിഘ്നേഷ് നാളത്തെ പെരിന്തൽമണ്ണയുടെ താരമാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം താരമാണ്, നാളത്തെ സൂപ്പർ സ്റ്റാറാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇത്രയും ഉയർന്ന ഒരു നേട്ടത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ വളരെ കമ്മിറ്റഡായിട്ടുള്ള, ഈ മേഖലയിൽ കമ്മിറ്റഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമർപ്പണമാണ്. അത് എല്ലാ നിലയിലും നമുക്കാകെ സന്തോഷിക്കാൻ വകയുള്ളതാണ്. എല്ലാ വിജയങ്ങളും ഭാവിയിലേക്ക് ആശംസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രമല്ല, ഈ പെരിന്തൽമണ്ണയ്ക്ക് ഭാവിയിലെ തലമുറയ്ക്ക്, ഇന്നലെ കഴിഞ്ഞ ദിവസം നില 24 ലൈവിനോട് വിഘ്നേഷ് പറഞ്ഞൊരു കാര്യം പ്രത്യേകം ഓർക്കുകയാണ്. ഓരോ വീട്ടിൽ ഓരോ കുട്ടികൾക്കും സ്വപ്നങ്ങൾ വേണം. അവരുടെ കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് തേടി പിടിക്കണം. അല്ലാതെ എനിക്കൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും എവിടെയും എത്തില്ല എന്ന് ഈ ചെറുപ്രായത്തിൽ വിഘ്നേഷ് പറഞ്ഞെങ്കിൽ, വിഘ്നേഷ് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു, വിഘ്നേഷ് അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു, പരിശ്രമിച്ചിരുന്നു. ആ പരിശ്രമമാണ് വിഘ്നേഷിനെ ഇവിടം വരെ എത്തിച്ചത്. അതെല്ലാം കഴിഞ്ഞ ദിവസം വിഘ്നേഷ് പറഞ്ഞതാണ്. വിഘ്നേഷിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. വിഘ്നേഷിൻ്റെ അമ്മയ്ക്ക് ഈ സന്തോഷം ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? മകൻ ഈ നേടിയ നേട്ടം നിസ്സാര നേട്ടമല്ല, അതായത് വലിയൊരു നേട്ടമാണ്. ഈ നേട്ടത്തെക്കുറിച്ച് വിഘ്നേഷിൻ്റെ അമ്മയുടെ പേരെന്ന് പറയും? ബിന്ദു. വിഘ്നേഷിൻ്റെ അമ്മ പറയുകയാണ്, ഈ നേട്ടം ഒരുപക്ഷെ പ്രാർത്ഥിക്കാം നമുക്ക്, പക്ഷേ പരിശ്രമമാണ് അവനെ ഇവിടെ വരെ എത്തിച്ചതെന്ന് ഉറപ്പാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് കിട്ടിയാൽ. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം, അവൻ്റെ പരിശ്രമം കൂടിയുണ്ട് എന്ന്. അതെ, തീർത്തുണ്ട്. തീർച്ചയായിട്ടും. അതായത് കേരള ക്രിക്കറ്റ് ലീഗിൽ മത്സരത്തിൽ പങ്കെടുത്ത് അവൻ്റെ ആ മത്സരം, അവൻ്റെ ആ പ്രതിഭ, അതിലൂടെ പലരും തിരിച്ചറിഞ്ഞതാണ്. അങ്ങനെയാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക്, ഈ അവസരത്തിലേക്ക് എത്തിയത്. CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി E രാജേഷ് കൂടി പറയുകയാണ്, ഈ നാട്ടിലെ ഒരു വലിയ ഒരു താരമായി മാറിയിരിക്കുന്നു വിഘ്നേഷ്. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പ്രതിഭ തെളിയിച്ച ഒരാളുണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാനുള്ള വാക്കുള്ളതാണ്. ഇതിൻ്റെ പിറകിൽ വിഘ്നേഷിൻ്റെ വളരെ ശ്രമകരമായിട്ടുള്ള പരിശ്രമങ്ങളും കഠിന പ്രയത്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും വലിയ ഹൈറ്റ്സിലേക്ക് അദ്ദേഹത്തും, ഒരു സംശയ കാര്യത്തിലില്ല. അയാളുടെ പേരിൽ നമുക്കിനിയും ഇതിനേക്കാൾ സന്തോഷവും അഭിമാനവും പങ്കിടാൻ കഴിയുന്ന മുഹൂർത്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഏതായാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനൊരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുമെന്ന് ഉറപ്പാണ്. വിഘ്നേഷിൻ്റെ അച്ഛൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിഘ്നേഷിൻ്റെ അച്ഛനെ കഴിഞ്ഞ ദിവസം പല ആളുകളും വിഘ്നേഷിൻ്റെ അച്ഛനെ തേടി നടന്നായിരുന്നു, ഞങ്ങളും അന്വേഷിച്ചിരുന്നു. അപ്പോൾ വിഘ്നേഷിൻ്റെ അച്ഛൻ പറയൂ, ഇതൊരു വലിയ സന്തോഷമാണ്, നമ്മൾ നിസ്സാരമായ സന്തോഷമായിട്ട് കാണാൻ പറ്റുന്നതല്ല. ഈ സന്തോഷത്തെ എങ്ങനെ കാണുന്നു? കുട്ടിയുടെ ഈ വളർച്ചയ്ക്ക് അച്ഛൻ്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞായിരുന്നു. എന്ത് തോന്നുന്നു? നല്ല പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്, എല്ലാ സഹകരണങ്ങളും ചെയ്തിട്ടുണ്ട്. സന്തോഷമുണ്ട്. നല്ല സന്തോഷമുണ്ട്.
എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. വിഘ്നേഷിൻ്റെ അച്ഛനും അമ്മയും അവരുടെ പ്രാർത്ഥന, ഈ നാടിൻ്റെ പ്രാർത്ഥന, അവൻ്റെ കൂട്ടുകാരുടെ പ്രാർത്ഥന, ഈ നാട്ടിൽ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്നും എപ്പോഴും വിഘ്നേഷിനൊപ്പം ഉണ്ടാവും. മാത്രമല്ല വിഘ്നേഷിൻ്റെ പ്രതിഭ തേച്ച് മിനുക്കിയെടുത്ത് അറിയപ്പെടുന്ന വലിയൊരു ക്രിക്കറ്റ് താരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകമറിയുന്ന വലിയ ക്രിക്കറ്റ് താരമായി മാറുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം, ഈ പെരിന്തൽമണ്ണ വിഘ്നേഷിൻ്റെ നാട്ടുകാരാണ് ഞങ്ങളെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ വിഘ്നേഷ് എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്.